ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എലിക്സിർ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സഞ്ജു ടെക്കിയുടെ സ്വിഫ്റ്റ് കാറിൻ്റെ മേക്കിംഗ് വീഡിയോയുടെ പാർട്ട് 1 ആയിരുന്നു. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ടും വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാൻ നിന്നിട്ടില്ല, കാര്യം ഒത്തിരി ലെങ്തി ആയി പോവും. അപ്പം നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ബോറിംഗ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ശകലം കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് സീറ്റ് ഉണ്ടാക്കുന്നത് വരെയായിരുന്നു നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് സീറ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇവിടെ ഞാൻ 4.5 സെൻറ്റിമീറ്റർ വീതിയും 8.7 സെൻറ്റിമീറ്റർ വീതിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം 3 പീസ് വെച്ച് ഒട്ടിച്ചിട്ടുള്ള 2 പീസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തമ്മിൽ നമുക്കിനി ഒട്ടിച്ച് വെച്ച് സൈഡാക്കി ഒന്ന് പേപ്പർ പിടിച്ചെടുക്കാം. ഇപ്പോൾ ചെറിയൊരു സ്ലൈഡിങ് ഉണ്ട്. ആ ബാക്കിലോട്ട് വരുന്ന ഒരു ചെറിയൊരു ചരിഞ്ഞ രീതിയിലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. ഈ ബാക്ക് സീറ്റിനൂടി നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് വെട്ടിവെക്കാം. ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഡോറ് തുറക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് തുറക്കാൻ വേണ്ടി നമുക്ക് അതിനകത്ത് ചെറിയൊരു പീസ് കൂടി വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റീഫിലിൻ്റെ പീസാണ്. അതേപോലെ തന്നെ കെട്ടുകമ്പിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്കൊരു വിജാവരി പോലെ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ വിജാവരി ഇതിന് വെക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് പ്രൊജക്ഷൻ വരുന്നില്ല. ഡോറിൻ്റെ ഭാഗം ഫ്ലാറ്റായിട്ടിരിക്കുന്നത് കാരണം നമുക്ക് വേറൊരു മോഡലിലാണ് ഞാനിപ്പോൾ വിജാവരി ചെയ്യുന്നത്. ആ ഡോറിൻ്റെ അളവ് നോക്കിയ ശേഷം നമുക്ക് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കെട്ടുകമ്പി ഇവിടെ ഉപയോഗിക്കുന്നത് റീഫിലിനകത്ത് കറക്റ്റായിട്ട് കയറി സെറ്റാകും. അതുകൊണ്ട് തന്നെയാണ് റീഫിൽ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ കെട്ടുകമ്പി ഈ ഒരു രീതിയിൽ വളച്ചു കൊടുക്കുക. ആ ഡോർ വരുന്ന ആ പോർഷൻ്റെ ഭാഗം ചെറിയൊരു കർവ് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ തുറക്കുന്ന ഭാഗം ഒന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിനി നമുക്ക് വെച്ച് ഇതിൻ്റെ അളവൊന്ന് നോക്കി ആ കമ്പിയുടെ എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റാം. ആ ഡോറ് വരുന്ന ആ പോർഷൻ്റെ ആ കമ്പി വരുന്ന ആ പോർഷനും കൂടി മാർക്ക് ചെയ്ത് വെക്കുക. ഇതേപോലെ 2 റീഫിലും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇതിലാണ് നമ്മൾ ആ കമ്പി കയറ്റി വെക്കുക. അതിനുശേഷം ആ ഡോറിൻ്റെ ഭാഗത്ത് ചെറിയൊരു റീഫിൽ ഇരിക്കത്തക്ക രീതിയിൽ ചെറിയൊരു ഹോൾ ഇടുക. അതിലോട്ട് ആ റീഫിൽ ഇറക്കി വെക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് ഡോറ് തുറക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഡോറ് അടയുകയും തുറക്കുകയും ചെയ്യും.
ഇപ്പോൾ 2 സൈഡിലെയും ഡോറിന് ഞാൻ വിജയവരി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടയറിൻ്റെ ബാക്കി പരിപാടികളൂടി ചെയ്തെടുക്കാം. ഇപ്പം ടയറിൻ്റെ ആ സെൻറ്ററിൽ ഇതേപോലെ ചെറിയൊരു റൗണ്ട് കൂടി വരച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ ടയറിൻ്റെ കറക്റ്റ് ആ ഒരു റൗണ്ട് വരുന്ന ഭാഗം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കൂ. അപ്പം 4 ടയറിനും ഞാൻ ഓരോന്ന് വീതം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടയറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ബെയറിംഗ് കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരെണ്ണത്തിന് 25 രൂപ വരും. ഇതുകൂടി നമുക്കൊന്ന് വരച്ചെടുക്കാം. ടയറിൻ്റെ 2 സൈഡും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ബെയറിംഗ് വെക്കാൻ വേണ്ടി ചെറിയൊരു വട്ടം കൂടി വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നല്ലപോലെ നമുക്കൊന്ന് പേപ്പർ പിടിച്ചെടുക്കാം. ഞാനിവിടെ പേപ്പർ പിടിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ടയറിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഈ പുറകിലാണ് നമ്മൾ ബെയറിംഗ് വെക്കുന്നത്. കറക്റ്റായിട്ട് ഇതിനകത്ത് സീറ്റിംഗ് ആവും. ഇനി നമുക്ക് ടയറൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വർക്കെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടും നമുക്കിനി ഒന്ന് നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കാറെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വയറിങ് കൊടുത്തേക്കുന്നത് ലൈറ്റിൻ്റെയാണ്. ഫ്രണ്ട് ലൈറ്റിൻ്റെയും അതേപോലെ തന്നെ ആ ഇൻഡിക്കേറ്ററിൻ്റെ എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബെയറിംഗ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീൽ കപ്പ് കൂടി നമ്മളിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഫോം ഷീറ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വീൽ കപ്പും. നമ്മൾ ഈ വണ്ടിയുടെ ടയർ സെറ്റ് ചെയ്യുന്നത്, ബാക്കത്തെ ടയർ സെറ്റ് ചെയ്യുന്നത് നമ്മൾ പെൻസിലാണ് ഇത് ബാക്കത്തെ ടയർ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം തീർന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലാസ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം, അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ മെയിൽ ഐ ഡി ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനകത്തോട്ട് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകൾ അന്നേരം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതേപോലെ ബെല്ലൈക്കൺ ഓൾ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കരുത്, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഇറ്റ്സ് മീ രഞ്ജിത്ത്. ബൈ ബൈ.